ലോ അക്കാദമി പ്രശ്നം രാഷ്ട്രീയമായും അക്കാദമികമായും തിളച്ചുമറിയുകയാണ്. സർവകലാശാലയും ഇന്ന് വളരെ സുപ്രധാനമായ സിൻഡിക്കേറ്റ് യോഗത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് ഇതിനോടകം വാർത്തകളിലൂടെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. പ്രൈം ഡിബേറ്റ് ഈ രാഷ്ട്രീയ അക്കാദമിക പ്രശ്നമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. ആദ്യത്തെ ആവേശം ആവിയായി. ലോ അക്കാദമിക്കെതിരെ കടുത്ത നടപടികളെടുക്കാതെ സർവകലാശാലയും തലയൂരി. അഫിലിയേഷൻ റദ്ദാക്കില്ല. UDF പ്രമേയം വോട്ടിനിട്ട് തള്ളി. CPI പിന്തുണച്ചു, CPM എതിർത്തു. ലക്ഷ്മി നായരുടെ ബിരുദവും മാർക്ക് ദാനവും അന്വേഷിക്കും. ഭൂമിക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം. യുദ്ധക്കളമായി സർവകലാശാല ആസ്ഥാനം. ലോ അക്കാദമിയെ ചൊല്ലി CPM CPI പോര്. മുഖ്യമന്ത്രി ചരിത്രമറിയാത്ത മഹാരഥനെന്ന് ജനയുഗം. നമ്പൂതിരിയുടെ വെളിച്ചത്തിൽ വാര്യരുടെ സദ്യയുണ്ട് കഴിയുന്ന പാർട്ടിയാണ് CPI എന്ന് EP ജയരാജൻ. സമരത്തിന്റെ രാഷ്ട്രീയമാനം സർക്കാരിന്റെ വീഴ്ച മൂലമെന്ന് കാനം രാജേന്ദ്രൻ. ഭൂമി നൽകിയത് തന്റെ എതിർപ്പ് അവഗണിച്ചുവെന്ന് വെളിപ്പെടുത്തി ഗൗരിയമ്മ. വിദ്യാഭ്യാസ മന്ത്രിക്ക് പക്വതക്കുറവെന്ന് AK ആന്റണി. പോലീസിനെ ഗുണദോഷിച്ച് മുഖ്യമന്ത്രി. UAPA കാപ്പ വകുപ്പുകൾ ചുമത്തുന്നതിൽ കരുതൽ വേണം. ലോക്കപ്പ് മർദ്ദനമുണ്ടായാൽ കർശന നടപടി. റോഡ് ഉപരോധിക്കുന്നവരുടെ കാലു പിടിക്കേണ്ടെന്നും പിണറായി വിജയൻ. അഹമ്മദിനോടുള്ള അനാദരവിൽ പാർലമെന്റിൽ പ്രതിഷേധം. ലോക്സഭാ നടപടികൾ തടസ്സപ്പെട്ടു. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ മൂടിക്കെട്ടി കേരള MP മാർ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി ശശികല നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. DMKയും കോൺഗ്രസും ബഹിഷ്കരിക്കും. ശശികലയ്ക്കെതിരായ സ്വത്ത് സമ്പാദന കേസിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വിധി പറയുമെന്ന് സുപ്രീം കോടതി. തർക്കഭൂമിയിൽ തീരാത്ത തർക്കം. വളരെ നിർണായകമായ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗമാണ് ഇന്ന് അവസാനിച്ചത്. ലക്ഷ്മി നായരുടെ ബിരുദത്തെക്കുറിച്ചും സർവകലാശാല അന്വേഷിക്കും. ഒരേ കാലയളവിൽ കേരളയിൽ നിന്ന് ബിരുദവും മറ്റൊരു സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയെന്ന ആരോപണമാകും അന്വേഷിക്കുക. ലോ അക്കാദമിയിലെ മാർക്ക് ദാനവും സർവകലാശാല അന്വേഷിക്കും. എന്നാൽ അക്കാദമിയുടെ അഫിലിയേഷൻ റദ്ദാക്കണമെന്നതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട ആവശ്യം സിൻഡിക്കേറ്റ് യോഗം വോട്ടിനിട്ട് തള്ളുകയായിരുന്നു. വിദ്യാർത്ഥികളുടെ ശക്തമായ പ്രതിഷേധത്തിനും ഇന്ന് സർവകലാശാല ആസ്ഥാനം സാക്ഷിയായി. അതേസമയം രാഷ്ട്രീയമായും ലോ അക്കാദമി തിളച്ചുമറിയുകയാണ്. ഭരണമുന്നണിയിൽ വലിയ ഭിന്നതയാണ് ഈ പ്രശ്നം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും CPM നേതാക്കൾക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി CPIയുടെ മുഖപത്രം ജനയുഗം ഇന്ന് പുറത്തിറങ്ങി. PS നടരാജപിള്ളയ്ക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ വിവാദ പരാമർശത്തിന് എതിരെയാണ് ജനയുഗത്തിലെ വിമർശന ലേഖനം ഇന്ന് വന്നത്. എന്നാൽ ഇടതുവിരുദ്ധരുടെ കയ്യിലെ പാവയാണ് CPI എന്ന് EP ജയരാജനും അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. രൂക്ഷ പരിഹാസമാണ് CPIക്കെതിരെ EP ജയരാജൻ ഇന്ന് നടത്തിയത്. നമ്പൂതിരിയുടെ വെളിച്ചത്തിൽ വാര്യരുടെ സദ്യയുണ്ട് കഴിയുന്ന പാർട്ടി, ആ പാർട്ടിയിൽ ബുദ്ധിജീവികളാണ് CPIക്കാർ എന്ന ഒരു ഭാവമാണ് ആ നേതാക്കൾക്ക് എന്നൊക്കെയാണ് EP ജയരാജൻ മറുപടിയായി തിരിച്ചടിച്ചത്. ഇപ്പോൾ ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്, ജ്യോതികുമാർ ചാമക്കാല, A റഹീം അടക്കം ഒട്ടേറെ നേതാക്കളെ പ്രതീക്ഷിക്കുന്നു. ലോ അക്കാദമി വിദ്യാർത്ഥിനി സമര രംഗത്ത് നിന്നും സനു സത്യൻ ചേരുന്നു. KS അരുൺ AUF-ന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ചേരുന്നു. ജ്യോതികുമാർ ചാമക്കാല സിൻഡിക്കേറ്റ് അംഗമാണ് ഇപ്പോൾ ചേരുന്നത്. ജ്യോതികുമാർ, രണ്ട് ഭാഗമാണ് ഇന്നത്തെ ഈ പ്രശ്നങ്ങൾക്കാകെയുള്ളത്. ഒന്ന് സർവകലാശാലയുടെ നടപടികൾ, മറ്റൊന്ന് അതിനു പുറത്ത് നടന്നിട്ടുള്ള രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ. ആദ്യം സർവകലാശാല പ്രശ്നത്തിലേക്ക് ഡീനോട് ചോദിക്കാൻ ശ്രമിച്ചതിലേക്ക് തന്നെ, യഥാർത്ഥത്തിൽ ഇന്നത്തെ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം കഴിയുമ്പോൾ നേരത്തെ ഉപസമിതി എടുത്ത അതേ ആർജവത്തോടുകൂടിയുള്ള ഒരു യോജിപ്പോ ഒരു തീരുമാനമോ എന്തുകൊണ്ട് സർവകലാശാലയിൽ നിന്ന്, സിൻഡിക്കേറ്റിൽ നിന്ന് ഉണ്ടായില്ല? കാര്യത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ചുള്ള ഒരു ഇടപെടൽ സർവകലാശാലയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത് എങ്ങനെയാണ്? അത് കറക്റ്റാണ്. ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം 21-ാം തീയതി സിൻഡിക്കേറ്റ് ഒരു ഉപസമിതിയെ ചുമതലപ്പെടുത്തി. 28-ാം തീയതി ആ സിൻഡിക്കേറ്റിൽ ഉപസമിതി സ്പെഷ്യൽ സിൻഡിക്കേറ്റ് കൂടി അത് ചർച്ചയെടുത്തു. അതുവരെ ചർച്ചയ്ക്ക് വരുന്നത് വരെയുള്ള കാര്യങ്ങളിൽ ആ സിൻഡിക്കേറ്റിൻ്റെ ഉപസമിതി വളരെ ഒരു കൃത്യവിലോപവും കൂടാതെ വളരെ നന്നായി ചർച്ചകൾ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് ഐക്യകണ്ഠേന അവിടെ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം അങ്ങോട്ട് CPM-ൻ്റെ ഭാഗത്തുനിന്ന് CPM അംഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ നടപടികൾ
ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അവരവിടെ മുതൽ യഥാർത്ഥ രാഷ്ട്രീയ മുഖം പുറത്തു കാണിച്ചു എന്നുള്ളതാണ് വസ്തുത. അവിടെ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി സർക്കാരിലേക്കും മാനേജ്മെൻറ്റിലേക്കും ഈ റിപ്പോർട്ട് അയച്ചു കൊടുത്തു. അപ്പോഴും ഞങ്ങൾ വാദിച്ചിരുന്നു ആ റിപ്പോർട്ടിന്മേൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത് സർവകലാശാലയാണ് എന്ന്. അത് കേൾക്കാതെ വോട്ടിനിട്ട് തന്നെ പാസ്സാക്കി അത് സർക്കാരിലേക്ക് അയച്ചു. സർക്കാർ പോയ വേഗത്തിൽ അത് തിരിച്ചയച്ചു തന്നിരിക്കുന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ വാചകം ഇങ്ങനെയാണ്: കൂടാതെ ലോ അക്കാദമിയുടെ പ്രവർത്തനം സർവകലാശാല ചട്ടങ്ങൾക്ക് അനുസരണമല്ലാത്ത സാഹചര്യത്തിൽ ആ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി ആവശ്യമായ കർശന നടപടി സ്വീകരിക്കേണ്ടതാണ് എന്ന ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിയുടെ കത്തോടുകൂടി ഈ റിപ്പോർട്ട് തിരിച്ച് ഞങ്ങൾക്ക് സർവകലാശാലയ്ക്ക് മടക്കി നൽകി. തുടർന്ന് ഇന്ന് അടിയന്തരമായി സിൻഡിക്കേറ്റ് ചേർന്നു, ഈ വിഷയം ചർച്ച ചെയ്തു. അവിടെ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സെക്രട്ടറി ഇത് തന്നയച്ച കർശന നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്തയച്ച സെക്രട്ടറിയുടെ നോമിനിയായി വന്നയാൾ ഉൾപ്പെടെ സർക്കാരിലെ 4 പ്രതിനിധികൾ, 4 ഉത്തരവാദിത്വപ്പെട്ട ഉദ്യോഗസ്ഥർ, ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിയും IT സെക്രട്ടറിയും അതുപോലെ തന്നെ DC-യും അതുപോലെ തന്നെ DPIയും ഉൾപ്പെടെയുള്ളവർ വന്നിരുന്ന് ഈ തീരുമാനത്തെ അങ്ങനെ തന്നെ നടപ്പിലാക്കണം, ആ തീരുമാനത്തിന്മേൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നുള്ള ഞങ്ങളുടെ പ്രമേയത്തെ വോട്ടിനിട്ട് പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവിടെയാണ് വസ്തുത. ഇവിടെ സെക്രട്ടറി ഉൾപ്പെടെ നമ്മളോടൊന്ന് ആവശ്യപ്പെടുകയും നമ്മൾ കർശന നടപടിക്ക് മുൻകൈ എടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ രാഷ്ട്രീയം കളിക്കുന്ന രീതിയിലേക്ക് സംസ്ഥാനത്തെ ഗവൺമെന്റ് ആദ്യമായി സെക്രട്ടറിമാരെ പോലും ഉപയോഗിക്കുന്നു. സംസ്ഥാനത്തെ ഉന്നത പദവിയിലുള്ള 4 സെക്രട്ടറിമാർ അവരുടെ പ്രതിനിധികൾ സിൻഡിക്കേറ്റിൽ വന്നിട്ട് CPM-ന്റെ തരം താഴ്ന്ന രാഷ്ട്രീയത്തിന് കൂട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്ന് സിൻഡിക്കേറ്റിൽ കാണാൻ കഴിഞ്ഞത് വളരെ ദൗർഭാഗ്യകരമായി. ജ്യോതികുമാറിലേക്ക് മടങ്ങി വരാം. റഹീം, ഇതേ സിൻഡിക്കേറ്റിൽ ജ്യോതികുമാറിനൊപ്പം പങ്കെടുത്തയാളാണല്ലോ സിൻഡിക്കേറ്റ് അംഗമെന്ന നിലയിൽ റഹീമും. അഫിലിയേഷൻ റദ്ദാക്കാൻ മാത്രമുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ആ കോളേജിലില്ല എന്ന് കരുതുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു നിലപാടാണല്ലോ ഇന്ന് എടുത്തത്. എന്തുകൊണ്ടാണ് റഹീം? കർശന നടപടി എന്ന് ഇവർ ആവശ്യപ്പെടുന്നതും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അഫിലിയേഷനെ സംബന്ധിച്ചാണ്. അത് ഇവർ പറയുന്നതാണ്. ശ്രീ ജ്യോതികുമാർ ചമക്കല വളരെ ബുദ്ധിപൂർവ്വം മറച്ചു വെച്ചൊരു കാര്യം, സർക്കാരിൻ്റെ നിർദ്ദേശത്തെ അവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇപ്പോൾ സർക്കാർ നമ്മൾ കൊടുത്ത റിപ്പോർട്ടിനെ സർക്കാർ ഗൗരവമായി സമീപിക്കുകയും സർവകലാശാലയോട് സത്വര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതൊരു ഗവൺമെൻറ് അവർ മെല്ലപ്പൊക്കെ സമീപനം കാണിക്കാതെ പെട്ടെന്നെടുത്തൊരു സമീപനമാണ്. അതിനെ ശ്ലാഘിക്കുന്നതിന് പകരം അതിലൊരു വാചകം എടുത്ത് പറയുകയാണ്. ആ വാചകത്തെ ഈ തുടർ നടപടി എന്നതിനെ സംബന്ധിച്ച് സർവകലാശാലയിൽ ഇന്ന് സിൻഡിക്കേറ്റിൽ പങ്കെടുത്ത ഗവൺമെൻറ് പ്രതി ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന കാര്യമല്ല സർക്കാർ ഉദ്ദേശിച്ചത്. സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യം കൃത്യമായി പറഞ്ഞത് അക്കാഡമിക് മാറ്ററിൽ ഊന്നിയാണ്. 2, ശരത് ചോദിച്ച ചോദ്യത്തിലേക്ക്, അഫിലിയേഷൻ പിൻവലിക്കണം എന്ന നിലപാട് അവിടുത്തെ വിദ്യാർത്ഥികൾക്കില്ല, വിദ്യാർത്ഥി സംഘടനകൾക്കില്ല, രക്ഷകർത്താക്കൾക്കില്ല. ന്യൂസ് 8-ൻ്റെ പ്രേക്ഷകരായ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ അവിടുത്തെ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഞങ്ങൾ അവരോട് ചോദിക്കുന്നു, അഫിലിയേഷൻ പിൻവലിക്കണമെന്ന ഇവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനോട് അവർ യോജിക്കുന്നുണ്ടോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. 2, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സമരത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? അതിലേക്ക് വരാം. റഹീം, ആ സമരം അവിടെ നിൽക്കട്ടെ, ആ സമരം അവിടെ നിൽക്കട്ടെ. കാരണം സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്ന നിലയിൽ നിങ്ങളിൽ നിന്ന് കൂടുതലായി കേൾക്കാൻ തന്നെയാണ് നിങ്ങൾ പറഞ്ഞതുപോലെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. ഒരു കാര്യം കൂടി, കർശന നടപടികൾ ഉണ്ടാകണം എന്ന കാര്യത്തിൽ തർക്കമില്ല. വിദ്യാഭ്യാസ മന്ത്രി ആ തെറ്റ് നേരത്തെ തന്നെ അവിടെ നടക്കുന്നത് പലതും തെറ്റാണെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സർക്കാരിൽ നിന്ന് തന്നെ സർവകലാശാലയ്ക്ക് അത്തരം നിർദ്ദേശം വന്നു. ഇന്നത്തെ തീരുമാനത്തിലെ ഏറ്റവും കർശനമായ നടപടി എന്ന് റഹീമിന് അഭിമാനത്തോടെ പറയാവുന്ന എന്താണ് സർവകലാശാല എടുത്തത്? അല്ലെങ്കിൽ സർവകലാശാലയുടെ തീരുമാനം ലജ്ജാകരമാണെന്ന് പറയേണ്ടി വരും. എന്താണ് ആ കർശന നടപടി? ലജ്ജാകരമല്ലെന്ന് പറയാതിരിക്കാൻ കർശനമായ നടപടി സ്വീകരിക്കാൻ ശരത്ത് ആഗ്രഹിക്കുന്നത് പോലെ, കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് പോലെ ഒരു കർശന നടപടി എടുക്കാനുള്ള എന്ത് അധികാരമാണ് സർവകലാശാല നിയമങ്ങൾ അനുശാസിക്കുന്നതെന്ന് കൂടി പറയണം. എന്നിട്ടേ ആ ചോദ്യം ചോദിക്കാവൂ. 2, ഞങ്ങൾക്ക് അധികാരമില്ല ശരത്തെ. എന്തിനാണ് റഹീം അല്പം വൈകാരികമായി നിങ്ങൾക്ക് തോന്നാം, പക്ഷേ അധികാരമില്ലാതെ അങ്ങനെ വിദ്യാർത്ഥികളുടെ സമരം 100% ശരിയാണെന്ന് അംഗീകരിച്ചൊരു നേതാവ് കൂടിയാണ് താങ്കൾ. പക്ഷേ ഒരു സർവകലാശാലയുടെ ഭാഗമായിരുന്ന ഈ നിസ്സഹായത പറയാനാണെങ്കിൽ അത് അവസാനിപ്പിച്ചിറങ്ങുകയല്ലേ റഹീം ചെയ്യേണ്ടത്? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എങ്കിൽ വിദ്യാർത്ഥികളുടെ സമരവും ശരിയാണെന്ന് പറയുന്ന ഒരുതരം ഇരട്ടത്താപ്പ് സ്വീകരിക്കരുത്. ശരത്ത് ഇത് മറുപടി പറയാൻ എനിക്ക് അവസരം തരണം. ഇടയ്ക്കൽ പറയുന്നത് വിനീതമായ ആദ്യമേ പറയാണ്. എന്താ വിദ്യാർത്ഥികളുടെ ആവശ്യം? പ്രിൻസിപ്പൽ മാറണം. അതിന് അവരുടേതായ കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങൾ ന്യായവുമാണ്. പ്രിൻസിപ്പൽ ഇപ്പോൾ രംഗത്തില്ല. ഇന്ന് സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം എന്താ? അഭിമാനകരമായ തീരുമാനത്തിലേക്ക് വരികയാണ്. എന്താ തീരുമാനം? പുതിയ പ്രിൻസിപ്പളിനെ നിയമിച്ച് അടിയന്തരമായ സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം. ഞാനൊന്ന് ചോദിക്കട്ടെ, പുതിയ പ്രിൻസിപ്പാളിനെ നിയമിച്ച് അടിയന്തരമായി സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം എന്ന പ്രപ്പോസലിനെ എന്തിന് കോൺഗ്രസ് എതിർത്തു? എന്തിന് CPI എതിർത്തു? പുതിയ പ്രിൻസിപ്പൽ മാറണമെന്നല്ലേ അവരുടെ ആവശ്യം. പ്രിൻസിപ്പൽ മാറി പുതിയ പ്രിൻസിപ്പൽ വരണം.
പുതിയ പ്രിൻസിപ്പാളിനെ നിയമിച്ച് അടിയന്തരമായി സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇതാണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ അഭിമാനകരമായ നിലപാടെടുത്തപ്പോൾ എന്തിനു ഇവർ എതിർത്തു? ജ്യോതികുമാർ ചമക്കാല എതിർക്കുന്നു, CPI പ്രതിനിധി എതിർക്കുന്നു, CPIM എന്ത് മുന്നോട്ട് വെച്ചാലും, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഔദ്യോഗികമായി എന്ത് മുന്നോട്ട് വെച്ചാലും അതിനെ എതിർക്കണമെന്ന മുൻധാരണയോടെ പൂർവ്വചിന്തമായ നിലപാട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഞാൻ താങ്കളിലേക്ക് വരാം. KS അരുൺ കൂടി ചേരുകയാണ്, AYFന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി. അരുൺ, ഈ അഫിലിയേഷൻ റദ്ദാക്കുക എന്ന് പറയുന്നത് UDFന്റേതും നിങ്ങളുടേതും മാത്രമായ നിലപാടാണ്, അതിലൊരു രാഷ്ട്രീയമാണ്. അഫിലിയേഷൻ റദ്ദാക്കാൻ അവിടുത്തെ വിദ്യാർത്ഥികൾ ആഗ്രഹിക്കുന്നില്ല. റഹീം പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അതാണ് കർശന നടപടി എന്ന് എന്തിനു ധരിക്കണം? പ്രിൻസിപ്പളിനെ മാറ്റണം. പ്രിൻസിപ്പളിനെ മാറ്റി പുതിയ പ്രിൻസിപ്പളിന് ചുമതല കൊടുത്ത് അത് അറിയിക്കാൻ സർവകലാശാല ഒരു നടപടി ഇന്ന് സ്വീകരിച്ചാൽ അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കർശന നടപടി, നീക്കം എന്നാണ് റഹീമിൻ്റെ വാദം. യോജിപ്പുണ്ടോ? ഒരു യോജിപ്പുമില്ല. ഇവിടെ റഹീം എന്തോ അഭിമാനകരമായ നടപടി സർവകലാശാല സ്വീകരിച്ചു എന്ന് പറയുന്നത് കേട്ടപ്പോൾ വളരെ ആശ്ചര്യമാണ് തോന്നിയത്. ഒന്ന്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി സർവകലാശാല രജിസ്ട്രാർക്ക് അയച്ച കത്തിൻ്റെ കോപ്പിയാണ് എൻ്റെ കൈവശം ഇരിക്കുന്നത്. അതിൽ രജിസ്ട്രാർ ആവശ്യപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലോ അക്കാഡമിയുടെ പ്രവർത്തനം സർവകലാശാല ചട്ടങ്ങൾക്ക് അനുഗുണമല്ലാത്ത സാഹചര്യത്തിൽ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായ കർശനമായ നടപടി സ്വീകരിക്കേണ്ടതാണ്. ശരി, ഞാൻ അരുൺ വേറൊന്നും കൊണ്ടല്ല ഇടപെടുന്നത്. ഇതേ ലെറ്റർ അല്പം മുമ്പ് ജ്യോതികുമാർ ചാമക്കാലയും വായിച്ചതുകൊണ്ട് സമയം നമ്മുടെ കളയാതിരിക്കാൻ ഞാൻ അതിലേക്ക് വേണ്ടി. ശരി, അങ്ങനെയാണെങ്കിൽ അത് അഫിലിയേഷൻ റദ്ദാക്കലാണെന്ന് എന്തിന് വ്യാഖ്യാനിക്കണം എന്നാണ് റഹീമിന്റെ ചോദ്യം. അഫിലിയേഷൻ റദ്ദാക്കൽ മാത്രമല്ല, ഞാൻ റഹീമിനോട് റഹീം പറഞ്ഞു എന്താണ് നടപടി? ഈ സർവകലാശാലയ്ക്ക് ലോ അക്കാഡമിക്കെതിരായി എന്ത് നടപടിയാണ് സ്വീകരിച്ചത് സർവകലാശാല? ലോ അക്കാഡമിയുടെ പ്രിൻസിപ്പലിനെതിരായി എന്ത് നടപടി സ്വീകരിച്ചു? ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ലോ അക്കാഡമി മാനേജ്മെൻറ്റിൻ്റെ പിണിയാളികളായി നിന്ന് വാദിക്കുകയാണ് റഹീമിനെ പോലുള്ള ആളുകൾ. ഒരു സാമാന്യ മര്യാദയുടെ ലംഘനമുണ്ടതിൽ. കേരളത്തിലെ ഏറ്റവും പുരോഗമന ഇടതുപക്ഷ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവല്ലേ? ഇതിലേക്ക് വരൂ. ഇതിനകത്ത് റഹീം പറയുന്നത് ഇതാണ്, പ്രിൻസിപ്പലിനെ മാറ്റി പുതിയ പ്രിൻസിപ്പലിനെ നിയമിച്ച് അത് അറിയിക്കാൻ ആവശ്യപ്പെട്ടു. അതാണ് ഒരു സർവകലാശാലയ്ക്ക് ചെയ്യാൻ കഴിയുന്ന അഭിമാനകരമായ ഏറ്റവും സാധ്യമായ കാര്യം. ഈ പ്രിൻസിപ്പലിനെ മാറ്റി പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കാൻ സർവകലാശാല ആവശ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ ഞാൻ റഹീമിനോട് അങ്ങോട്ട് ചോദിക്കുന്നു, അപ്പോൾ ലക്ഷ്മി നായരുടെ പേരിൽ സ്വീകരിച്ച നടപടി എന്താ? ഇവിടെ കേരള സർക്കാരിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അയച്ച കത്തിൽ തന്നെ പ്രിൻസിപ്പലിനെതിരായി ഉയർന്നു വന്ന ഏറ്റവും ഗൗരവമായ ആക്ഷേപങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ ഉപസമിതി കണ്ടെത്തിയ കണ്ടെത്തലുകളുണ്ട്. ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് ഒരിക്കലും വച്ചുപൊറിപ്പിക്കാൻ പാടില്ലാത്ത ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്ന് കണ്ടെത്തിയ ലോ അക്കാഡമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്കെതിരായി എന്ത് നടപടിയാണ് റഹീമിന്റെ നേതൃത്വത്തിലുള്ള ഞാൻ വരാം. അതിന് അന്വേഷണമുണ്ട്. അവർ നേടിയ ബിരുദം ഒരേ സമയം രണ്ട് സ്ഥാപനങ്ങളിൽ നിന്ന്, രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം വരുന്നു. മാർക്ക് ദാനം, അതിൻ്റെ വിശദാംശത്തിലേക്ക് വരാം. ഡീൻ കുര്യാക്കോസ് കൂടി ചേരുകയാണ്. ഡീൻ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ അദ്ദേഹത്തിന് ഇപ്പോൾ പോകേണ്ടതായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഡീൻ്റെ ഒരു അഭിപ്രായം രണ്ട് തരത്തിലാണ്. സർവകലാശാല എടുത്ത തീരുമാനത്തെക്കുറിച്ചുള്ള ഡീൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, സർവകലാശാല ഇക്കാര്യത്തിൽ ആദ്യം തൊട്ട് തുടർന്ന് വരുന്ന ഒരു ഒളിച്ചുകളി ഇന്നും ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഞാൻ ദീർഘമായി അതിലേക്ക് കിടക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രം, കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾ വഴിവിട്ട് നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ കരുതി വരണം. അങ്ങനെ വരുമ്പോൾ സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് മറ്റക്കര ടോംസ് കോളേജിനെതിരെയുള്ള നടപടിയും, അത് നെഹ്റു പാമ്പാടി കോളേജിനെതിരെയുള്ള നടപടിയും, അതുപോലെ ലോ അക്കാഡമിക്കെതിരെയുള്ള നടപടിയും ഒരേപോലെ തന്നെയായിരിക്കണം. ഇവിടെ കേരള സർവകലാശാല സിൻഡിക്കേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള അവസരം പൂർണ്ണമായും ലോ അക്കാഡമി മാനേജ്മെൻറ്റിനെ സംരക്ഷിക്കുന്ന തരത്തിലായി പോയി എന്നുള്ളതാണ് ഈ അവസരത്തിലും ഈ ആക്ഷേപം അവസാനിക്കാതെ വരുന്നത്. അഫിലിയേഷൻ റദ്ദാക്കൽ എന്ന് പറയുമ്പോൾ ഒന്നാം വർഷ പ്രവേശനത്തിലുള്ള അഫിലിയേഷൻ റദ്ദാക്കൽ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഒന്നാം വർഷ അഫിലിയേഷൻ റദ്ദാക്കുന്ന തരത്തിലേക്കുള്ള എല്ലാ ക്രമപ്രശ്നങ്ങളും അവിടെ വന്നു കഴിഞ്ഞു. ഒന്ന്, പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഏകപക്ഷീയമായ വിദ്യാർത്ഥി വിരുദ്ധ പ്രവർത്തനങ്ങൾ. രണ്ട്, ആ കോളേജിൻ്റെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ ആ കോളേജ് അവിടെ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ എല്ലാ തരത്തിലുമുള്ള ആ പർപ്പസ് വയലേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വെക്കുന്നത് ഉൾപ്പെടെയുള്ള ആക്ഷേപങ്ങൾ, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അഫിലിയേഷൻ റദ്ദാക്കാൻ സർവകലാശാല മുതിരുന്നു എന്ന് പറഞ്ഞാൽ തന്നെ
ആ പ്രിൻസിപ്പൽ രാജിവെച്ച് പോകുമായിരുന്നു. വിദ്യാർത്ഥികളുടെ പ്രശ്നം അവിടെ അവസാനിക്കുമായിരുന്നു. നമ്പർ 2, ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ നിയമലംഘനം നടന്നിട്ടുള്ള ഒരു സ്ഥാപനത്തെ സംരക്ഷിക്കുകയാണോ വേണ്ടത്, അതോ അതിനെതിരെ കർക്കശമായ നിലപാട് സ്വീകരിക്കുകയാണോ വേണ്ടത്? ഇവിടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദൻ ഉൾപ്പെടെ CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഉൾപ്പെടെ മുഴുവൻ മറ്റ് സംഘടനകൾ, പ്രതിപക്ഷം ഉൾപ്പെടെ മറ്റു സംഘടനകൾ ഒറ്റക്കെട്ടായി ഈ വിഷയം പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിനെ സ്വീകരിക്കുന്നു. അവിടെ നിന്നും ഏകപക്ഷീയമായി രാഷ്ട്രീയ പ്രേരിതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് CPM-ഉം അല്ലെങ്കിൽ ഈ ലോ അക്കാഡമി മാനേജ്മെന്റും പരസ്പര പൂരകങ്ങളാണ് എന്ന് തെളിയിക്കുന്ന വിധത്തിൽ അവിടെ CPM-ന്റെ നേതാക്കന്മാർക്ക് നേരിട്ട് ബന്ധമുള്ള ഒരു സ്ഥാപനം, അവിടെ കോടിയേക്കോട് കൃഷ്ണൻ നായരുണ്ട്, അവിടെ ആ ബന്ധപ്പെട്ടിട്ടുള്ള ഗവേണിംഗ് ബോഡിയിലുള്ള മുഴുവൻ ആളുകളും CPM-ന്റെ നേതൃത്വവുമായി ഏറെ ബന്ധമുള്ളവരാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഏതായാലും CPM വഴിവിട്ട് സംരക്ഷിക്കുന്നു. ഇവിടെ ഒരു വശത്ത് അന്വേഷണം നടക്കുമ്പോൾ ഞങ്ങൾ ഭൂമി തിരിച്ചു പിടിക്കില്ല. 50 വർഷം മുമ്പുള്ള കേസാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായ PS നടരാജപിള്ളയെ പോലും ആക്ഷേപിച്ചുകൊണ്ട് SRCP-യുടെ കാലഘട്ടത്തിൽ കണ്ടുകെട്ടിയ ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കാനാവില്ല എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നത്, ആ തരത്തിൽ ഭരണാധികാരികൾ പ്രവർത്തിക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ്? അപ്പോൾ ഇവിടെ ഇരകൾക്കൊപ്പമല്ല ഗവൺമെന്റ് എന്നുള്ള ഫീലിംഗ് അത് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ജിഷ്ണു പ്രണോയിയുടെ കത്തിനെ സംബന്ധിച്ച് നമ്മൾ പരാമർശിക്കുന്നുണ്ട്, ജിഷ്ണു പ്രണോയിയുടെ അമ്മയുടെ കത്ത്. അപ്പോൾ സ്വാശ്രയ മാനേജ്മെന്റുകൾ വഴിവിട്ട പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അവരെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ ലോ അക്കാഡമി മാനേജ്മെന്റിന്റെ ക്രമക്കേടുകൾക്കെതിരെ കണ്ണടയ്ക്കാനാവില്ല. ഒന്നാമതായി നടപടിയെടുക്കണം. ഇവിടെ ആ ബാധ്യത CPIM നേതൃത്വം പാലിക്കണം. സിൻഡിക്കേറ്റും ഭരണകർത്താക്കളും ആ നിലപാടിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഈ പ്രശ്നം അവസാനിക്കുകയുള്ളൂ. ശരി ഡീൻ, നന്ദി. താങ്കളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നതുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിന് അപകടം പറ്റി എന്ന വിവരം കിട്ടിയതുകൊണ്ടാണ് ഡീൻ ഇപ്പോൾ പോകേണ്ടി വരുന്നത്. സനു, ഏതായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഇന്നത്തെ സർവകലാശാല തീരുമാനം നിങ്ങളെ സംബന്ധിച്ച്, സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികളെ സംബന്ധിച്ച് എന്തുതരം ഒരു അനുഭവമാണ്, എന്തുതരം ഒരു അവസ്ഥയാണ് ഈ സിൻഡിക്കേറ്റ് തീരുമാനം നിങ്ങളിൽ തരുന്നത്? സിൻഡിക്കേറ്റ് തീരുമാനം പൂർണ്ണമായി നിരാശയുള്ളതാണെന്ന് പറയുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ പുതിയ പ്രിൻസിപ്പലിനെ നിയമിക്കണമെന്ന് പറഞ്ഞ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം ഞങ്ങൾ യോജിക്കുന്നു. ഞങ്ങൾക്കൊരു പ്രിൻസിപ്പലിനെ വേണം. പക്ഷേ ഈ സിൻഡിക്കേറ്റ് ഉപസമിതിയാണ് വിദ്യാർത്ഥികളുടെ ഏറ്റവും കൂടുതൽ പരാതികൾ നേരിട്ടറിഞ്ഞത്. സിൻഡിക്കേറ്റ് ഉപസമിതിയാണ്. 2 ദിവസം വന്ന് വിദ്യാർത്ഥികളുടെ ഒട്ടനവധി പരാതികൾ സമർപ്പിച്ചു. പേരൻസ് എന്ന് പറഞ്ഞു പല വിദ്യാർത്ഥികളും കരഞ്ഞുകൊണ്ടാണ് അവരുടെ അനുഭവങ്ങൾ സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. അപ്പോൾ 5 വർഷത്തേക്ക് ഡീബാർ ചെയ്യണം എന്നുള്ള ആശയം ഉന്നയിച്ച സിൻഡിക്കേറ്റ് ഉപസമിതിയിൽ നിന്ന് ഞങ്ങൾ പെർമനന്റ് ആയിട്ട് പ്രിൻസിപ്പലിനെ ഈ സ്ഥാനത്ത് നിന്നും രാജിവെപ്പിക്കേണ്ട ഒരു നടപടി സ്വീകരിക്കണം എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുമെന്നാണ് ഞങ്ങൾ ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം കഴിയുമ്പോൾ അങ്ങനെ ഒരു ആശയം ഇല്ലല്ലോ. ഇല്ല, ഇതിനു മുമ്പ് സിൻഡിക്കേറ്റ് ഉപസമിതി ഞങ്ങൾക്ക് പരാജയമായിരുന്നു, നിരാശയായിരുന്നു. പക്ഷെ ഇന്ന് ഒരു ചർച്ച ഉണ്ടായപ്പോൾ ഞങ്ങൾ തീർച്ചയായും പ്രതീക്ഷിച്ചത് സിൻഡിക്കേറ്റ് ഉപസമിതി പ്രിൻസിപ്പലിനെ പരിപൂർണമായും രാജിവെപ്പിക്കും, ഒരു പെർമനന്റ് ആയിട്ട് ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്ന ഒരു നടപടി. സിൻഡിക്കേറ്റ് അംഗം തന്നെ തുറന്നു പറഞ്ഞത് കേട്ടില്ലേ, സർവകലാശാലയ്ക്ക് അങ്ങനെ ചെയ്യാനാകില്ല, അതിനുള്ള പരിമിതികൾ സർവകലാശാലയ്ക്ക് 5 വർഷത്തേക്ക് ഡീബാർ പറയാൻ അധികാരമുണ്ടെങ്കിൽ പിന്നെ ഈ കുറച്ച് നാളത്തെ പെർമനന്റ് ആയിട്ട് മാറി നിൽക്കി ഒരു നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കാൻ യൂണിവേഴ്സിറ്റിക്ക് അധികാരമില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇവിടെ സനു, അവിടെയാണ് പ്രശ്നം. ഇപ്പോൾ അഫിലിയേഷൻ എന്നൊക്കെ പറയുന്ന പ്രശ്നം ഉയരുന്നത് ഈ കോളേജ് മാനേജ്മെന്റ് ഒരു കടുംപിടുത്തം ഉപേക്ഷിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ആയുധമാണ് അഫിലിയേഷൻ റദ്ദാക്കുമെന്ന് പറയുന്നത്. അതിനർത്ഥം പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയൊക്കെ പഠനത്തെ ബാധിക്കും എന്ന നിലയിലല്ല. അപ്പോൾ കർക്കശമായ ഒരു നിലപാട് ഇക്കാര്യത്തിലുണ്ട് എന്നറിയിക്കാൻ അഫിലിയേഷൻ പോലും ഗൗരവമായി പരിഗണിക്കേണ്ടതായിരുന്നോ സർവകലാശാല? അഫിലിയേഷൻ റദ്ദാക്കും എന്നതുപോലെയുള്ള കടുത്ത സമീപനങ്ങൾ എടുത്തിരുന്നുവെങ്കിൽ മാനേജ്മെന്റ് വഴങ്ങിയനെ കരുതുന്നുണ്ടോ സനു? അങ്ങനെ ഞങ്ങൾ വിദ്യാർത്ഥികൾ ഇതുവരെ ഭൂമി പ്രശ്നത്തിൽ, ഭൂമിയല്ല ഞാൻ ചോദിച്ചത്, മാനേജ്മെന്റ് കടുംപിടുത്തം ഒഴിവാക്കണം. അഫിലിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ഇതുവരെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ സിൻഡിക്കേറ്റ് ഉപസമിതി അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ തീർച്ചയായും സ്വന്തം കോളേജിന്റെ അഫിലിയേഷൻ നഷ്ടപ്പെടുമല്ലേ. മാനേജ്മെന്റ് തീർച്ചയായും അതിനൊന്നും വഴങ്ങിയേ വരുന്നു. മാനേജ്മെന്റിന് ചെറിയ ഭയം ഉള്ളി വരില്ല. പക്ഷെ അവരുടെ ഭയം നിങ്ങളെ കുറിച്ചാണ്. നിങ്ങളുടെ രക്ഷകർത്താക്കൾ, നിങ്ങളുടെ ആശങ്കകൾ വന്നാൽ ഒരു സിൻഡിക്കേറ്റ് എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയില്ല. അഫിലിയേഷനിൽ അവർക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. റഹീം പറഞ്ഞത് കേട്ടില്ലേ? അഫിലിയേഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വിദ്യാർത്ഥികളോ രക്ഷകർത്താക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ സത്യമായ കാര്യം തന്നെയാണ്. പക്ഷേ മാനേജ്മെന്റിന് ഇന്ന് 27 ദിവസമായി ഗവൺമെന്റ് ഇടപെട്ടിട്ടില്ല. ഈ സർവകലാശാല ഇത് പൂർണ്ണമായി ഞങ്ങളെ കൈവിട്ട അവസ്ഥയാണ്. അപ്പോൾ അവരെ ഈ മാനേജ്മെന്റിന്റെ മാനസികമായെങ്കിലും ഒന്ന് ഉണർത്തണമെങ്കിൽ ഇങ്ങനെ ഒരു ആശയം അവർക്ക് മുന്നോട്ട് വെക്കാമായിരുന്നു. പക്ഷെ അഫിലിയേഷൻ ക്യാൻസൽ ചെയ്യണമെന്ന് ഒരിക്കലും ഞങ്ങൾ റഹീമിനെ പോലൊരു നേതാവിന് ഈ കുട്ടി പറഞ്ഞു തന്ന രാഷ്ട്രീയ തന്ത്രം, ആ ആയുധം, അതിന്റെ ബുദ്ധി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അഫിലിയേഷൻ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടുന്നത് റദ്ദാക്കാൻ വേണ്ടിയല്ല, അതൊരു ശക്തമായ ഇടപെടൽ സന്ദേശം അതിലുണ്ട്. അതിനു പകരം അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആയിത്തീരില്ലേ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞാൽ
വളരെ എളുപ്പമായ മാനേജ്മെന്റിന്. അതാണ് റഹീം നിർഭാഗ്യവശാൽ സംഭവിച്ചത്. അതുകൊണ്ടാണ് ഈ തീരുമാനം ലജ്ജാകരമാണെന്ന് ആവർത്തിക്കേണ്ടി വരുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ആദ്യം മാനേജ്മെന്റുമായി SFI, പിന്നാലെ എല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി തന്നെ. റഹീമിലേക്ക് വരാം. ആദ്യം SFI. ഇതിനൊന്ന് മറുപടി എന്നാ റഹീം പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഇത് ബുദ്ധിശൂന്യമാണ് എന്ന് മനസ്സിലാക്കാൻ ശരത്തിനെ പോലെ ഒരു മാധ്യമപ്രവർത്തകന് കഴിയാത്തതാണ് പ്രശ്നം. ഞാൻ പറയാം, 2 തരത്തിലുള്ള അഫിലിയേഷനാണുള്ളത്. ഒന്ന് കണ്ടിന്യൂവൻസ് ഓഫ് അഫിലിയേഷൻ, അത് ടെമ്പററി അഫിലിയേഷനാണ്. അത് ഓരോ ഘട്ടത്തിലും കൊടുക്കുന്നതാണ്, കണ്ടിന്യൂ കൊടുക്കുന്നതാണ്. 2 പെർമനൻ്റ് അഫിലിയേഷനാണ്. അണ്ടർലൈൻ ചെയ്ത് ഞാൻ പറയുന്നു, ലോ അക്കാഡമി ലോ കോളേജ് 1993 മുതൽ പെർമനൻ്റ് അഫിലിയേഷനുള്ള സ്ഥാപനമാണ്. ഈ കുട്ടി വിചാരിക്കുന്നത് പോലെ, ഇവരെല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് പോലെ ആ പെർമനൻ്റ് അഫിലിയേഷനുള്ള ഒരു സ്ഥാപനത്തിന് അടുത്ത വർഷത്തേക്കോ 1 വർഷത്തേക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഒരുമിച്ച് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ബാധിക്കും. ജ്യോതികുമാർ, ഭാസുരേന്ദ്ര ബാബു ഒന്നും തോന്നരുത്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നിങ്ങളാണല്ലോ അഫിലിയേഷൻ വലിയ വാദക്കാർ. ഇങ്ങനെയൊക്കെ ഗൗരവതരമായ സാഹചര്യം ഉണ്ടെങ്കിൽ അത് കണ്ടു തന്നെ മുന്നോട്ട് പോകണം. റഹീം പറഞ്ഞത് നന്നായി. തിരുത്തോ കൂട്ടിച്ചേർക്കാനോ വ്യത്യസ്തമായി ഉണ്ടെങ്കിൽ പറയാം, വേഗം. റഹീം ഇപ്പോഴുള്ള കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയാണ്, ഇപ്പോഴുള്ള രക്ഷകർത്താക്കളെ ഭീഷണിപ്പെടുത്തുകയാണ്. അഫിലിയേഷൻ കണ്ടിന്യൂസ് ഓഫ് അഫിലിയേഷൻ ഉണ്ടായാലും പെർമനന്റ് അഫിലിയേഷൻ ആയാലും ടെമ്പററി അഫിലിയേഷൻ ആയാലും ആക്ടിലെ 68ാമത്തെ ക്ലോസ് പ്രകാരം അത് വിഡ്രോ ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് വിഡ്രോ ചെയ്യുമ്പോൾ ആ മാനേജ്മെൻറ്റിന് അതിന് തക്കതായ നോട്ടീസ് കൊടുത്ത് അവരെ ഹിയർ ചെയ്തതിന് ശേഷം ആ അഫിലിയേഷൻ വിഡ്രോ ചെയ്യാനോ സസ്പെൻഡ് ചെയ്യാനുള്ള അവകാശം സിൻഡിക്കേറ്റിൻ്റെ ആക്ട് അനുസരിച്ച് നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. അത് ചെയ്യുമ്പോൾ ഈ പറഞ്ഞതുപോലെ കുട്ടികളെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യമില്ല. അടുത്ത വർഷത്തെ അഡ്മിഷൻ മുതൽ പുതിയ അഡ്മിഷൻ ഇല്ലാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. റഹീം അത് ദുർവ്യാഖ്യാനം ചെയ്യാണ് ഈ കുട്ടികളെ. നല്ല ധാരണയുണ്ട്. സർവകലാശാല അഫിലിയേഷനെ സംബന്ധിച്ച് റഹീമി ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ സർവകലാശാല ലോ അക്കാഡമിയിലെ അഫിലിയേഷൻ സംബന്ധമായ രേഖകൾ സർവകലാശാലയിൽ ഉണ്ടോ? റഹീം അത് വ്യക്തമാക്കണം. ഏതായാലും അക്കാര്യം റഹീം ഇപ്പോൾ പറഞ്ഞു. ജ്യോതികുമാർ ചാമക്കാലയുടെ വാദം ജ്യോതിക്കടക്കം വിവരാവകാശ പ്രകാരം അങ്ങനെ ആ ഫയൽ അവിടെ ഇല്ല എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകൾ അടക്കം വന്നിരുന്നു. പക്ഷേ റഹീം ഇപ്പോൾ വ്യക്തമാക്കി പൂർണ്ണമായ അഫിലിയേഷൻ ആ കോളേജിനുണ്ട് എന്ന് റഹീം പരസ്യമായി രേഖകൾ സർവകലാശാല കഴിഞ്ഞ സിൻഡിക്കേറ്റ് യോഗത്തിൽ അതിന്റെ രേഖകൾ അന്വേഷിക്കാൻ വിജിലൻസിനെ ചുമതലപ്പെടുത്തണമെന്ന് പറഞ്ഞു വന്ന പ്രമേയത്തിനെതിരായി വോട്ട് ചെയ്ത ആളാണ് റഹീം. അപ്പോൾ എന്താ അതിന്റെ അർത്ഥം? രേഖകൾ ഉണ്ടോ അവിടെ? റഹീം അരുണെ എന്തെങ്കിലും പറയാതിരിക്കണേ, അറിയാത്ത കാര്യങ്ങൾ പറയരുത് വന്നിരുന്നു. സർവകലാശാല ദയവായി ആ ടെലിവിഷന്റെ വോളിയം അല്പം കുറയ്ക്കുക. റഹീം തുടരാം. സർവകലാശാല സിൻഡിക്കേറ്റിന് ലഘുവായി എടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അഫിലിയേഷൻ നടപടികൾ പിൻവലിക്കുക. റഹീമിലേക്ക് ഞാൻ മടങ്ങി വരാം. ചില സാങ്കേതിക പ്രതിസന്ധികളാണ് കാണുന്നത്. ശബ്ദം ഇരട്ടിപ്പോടുകൂടി വരികയാണ്. റൈറ്റ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഒരു നിമിഷത്തിന് അല്പം ദൈർഘ്യം കൂടി ഉണ്ടാവും, ദയവായി ക്ഷമിക്കുക. ഇതൊരു നിയമപ്രശ്നം കൂടി ആയതുകൊണ്ടാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ അഫിലിയേഷൻ എന്നത് ചട്ടപ്രകാരം നീങ്ങിയാൽ തിരിച്ചടി ഉണ്ടാകും എന്ന് സിൻഡിക്കേറ്റിന് നല്ല ബോധ്യം. അതുകൊണ്ട് അതിലേക്ക് അവർ പോകുന്നില്ല, മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട ഒരു നടപടിയായി, ഒരു സമീപനമായി മാനേജ്മെൻറ്റിന് ബോധ്യപ്പെടുന്ന നിലയിൽ സർവകലാശാലയ്ക്ക് ഉപയോഗിക്കാമായിരുന്നോ? സർവകലാശാല ഇന്നെടുത്ത സമീപനം ഈ പ്രശ്നത്തിൽ, ഈ വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിലൊക്കെ അതിൻ്റെ ഗൗരവത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിധത്തിലാണോ റഹീം പറയുന്നത് പോലെ? തീർച്ചയായിട്ടും അല്ല. ഇവിടെ അഫിലിയേഷൻ റദ്ദാക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അഫിലിയേഷൻ റദ്ദാക്കാൻ നോട്ടീസ് കൊടുക്കുന്നത് മറ്റൊരു കാര്യമാണ്. അഫിലിയേഷൻ റദ്ദാക്കാൻ നോട്ടീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാനേജ്മെൻറ്റിനെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രിൻസിപ്പളിനെ മാറ്റാൻ അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല കുഴപ്പങ്ങളും പരിഹരിക്കാൻ മാനേജ്മെൻറ്റ് നിർബന്ധിതമാകും. എങ്ങനെയാണെന്ന് വെച്ചാൽ തൂക്കിക്കൊല്ലുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. തൂക്കിക്കൊല്ലാൻ വിധിക്കൽ ഒരു കാര്യമാണ്, പിന്നെ അത് കഴിഞ്ഞ് അപ്പീൽ കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്, രാഷ്ട്രപതിയുടെ ദയാഹർജിയുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരാളുടെ കാര്യത്തിൽ കയറി വീഴുകയുള്ളൂ. അത് വളരെ കാലത്തിന് ശേഷം വരും. പക്ഷേ തൂക്കിക്കൊല്ലം വിധിക്കുന്നതിന് സൈക്കോളജിക്കലായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അതെന്താ വെച്ചാൽ മൊത്തത്തിൽ ആ പ്രതിക്ക് പേടിയാവും. മറ്റ് ഇതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കും അത് ഒരു ഡിറ്ററൻറ്റ് പണിഷ്മെൻറ്റായിട്ട് മാറും. ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താ വെച്ചാൽ ഒരു കാരണവശാലും മാനേജ്മെൻറ്റിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന കാര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് CPM നോമിനികൾക്ക് നിർബന്ധമുണ്ട്. മാത്രവുമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തെ ഇതുപോലൊരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പോൾ 28 ദിവസമായില്ലേ. ഇന്നേ ദിവസം വരെ സർക്കാരിൻ്റെ ഭാഗത്ത് ഫലപ്രദമായ എന്തെങ്കിലും ഇടപെടലുണ്ടായോ? ഇത് എവിടെയാണ് നടക്കുന്നത്? ഇത് പാമ്പാടിയിലോ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലോ ഉസ്ബെക്കിസ്ഥാനിലോ ഒന്നുമല്ല.
ഭരണസ്ഥിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്താണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എത്ര നെഗറ്റീവായിട്ടാണ് ഈ വിഷയത്തോടെ സമീപിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. CPM-ന്റെ പ്രതികരണം എന്താണ് ഇതേ ദിവസം വരെ? SFI-കാർ എന്തിനാണ് സമരത്തിൽ ചേർന്നത്? എന്തിനാണ് സമരത്തിൽ നിന്ന് പിന്മാറിയത്? എല്ലാവർക്കും വ്യക്തമല്ലേ? ഇവിടെ പാമ്പാടി നെഹ്റു കോളേജിനെതിരെ ശക്തമായ നടപടിയെടുക്കാം, മറ്റക്കര കോളേജിനെതിരെ നടപടിയെടുക്കാം, നടപടിയെടുക്കുകയും ചെയ്യണം. ഞാൻ നടപടിക്കെതിരല്ല. പക്ഷേ ലോ അക്കാഡമി ലോ കോളേജിനെതിരെ ഒരു നടപടി എടുക്കുകയില്ല. അതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ആദ്യം മുതൽക്ക് CPM നേതൃത്വത്തിൻ്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളതെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അഡ്വക്കേറ്റ് റഹീം, ഇതാണ് ഇതിലെ പ്രശ്നം. ചട്ടവും റൂളും നിയമവും ഒക്കെ പാലിക്കേണ്ടത് തന്നെയാണ്, സംശയമില്ല. പക്ഷേ അത് പാലിക്കുന്നു എന്ന് വിശദീകരിക്കുമ്പോൾ തന്നെ അതിന് പിന്നിലെ ഉദ്ദേശശുദ്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്താനാകണം. അങ്ങനെ ബോധ്യപ്പെടുത്താനാകണമെങ്കിൽ ഈ പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ ഈ ചട്ടം പറയുമ്പോൾ തന്നെ ഒരു സൈക്കോളജിക്കൽ പൊളിറ്റിക്കൽ മൂവ് സത്യത്തിലാകാമായിരുന്നു. അത് നിങ്ങൾ നടത്തിയിട്ടേ ഇല്ല. അങ്ങനെ നടത്താതിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ നടപടികളെ അത്ര ഗൗരവമായി അഫിലിയേഷൻ ഒന്നും റദ്ദാക്കേണ്ട മാത്രമുള്ള പ്രശ്നങ്ങൾ അക്കാദമിയിൽ ഇല്ല എന്ന് നിങ്ങൾ എടുക്കുന്ന നിലപാടിനെ ആളുകൾ സംശയിക്കുന്നത്. ശരത്തെ, ബഹുമാന്യനായ ശ്രീ ജയശങ്കറും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും താങ്കളും പറയുന്നത് ഇവരെ ഭീഷണിപ്പെടുത്താനും ഇവരുടെ കടുംപിടുത്തം ഇല്ലാതാക്കുന്നതിനുമുള്ള ഒരു ടൂളായി അഫിലിയേഷൻ നടപടി റദ്ദാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്നാണ്. എത്ര വലിയ ബാലിശമാണിത്! അങ്ങനെയാണോ? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ ആരും? ലോ അക്കാഡമി എന്നല്ല, ഞാനൊന്ന് പറയട്ടെ സർ, ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞോളൂ. നിങ്ങൾ ഇതിനകത്ത് പിന്നെ ഇടപെടരുത് ദയവേത്. നിങ്ങൾ അവരെക്കാർക്ക് ഇടപെട്ടില്ല. ജയശങ്കർ പറഞ്ഞോളൂ. എനിക്കെതിരെ ഇടപെടണ്ട, പറയട്ടെ. വളരെ സിമ്പിളാണ് കാര്യം. ലോ അക്കാഡമി എന്നല്ല, ഏതു സ്ഥാപനവും അഫിലിയേഷൻ നടപടികൾ ക്യാൻസൽ ചെയ്യാൻ പിൻവലിക്കാൻ കഴിയും വിധം ക്രമവിരുദ്ധമായി പെരുമാറുന്നുണ്ട് എങ്കിൽ പിൻവലിക്കണമെന്നേ. അത് ഭീഷണിപ്പെടുത്തതല്ല, പിൻവലിക്കണം. പക്ഷേ അതിനുതകുന്ന ഒരു കാര്യങ്ങളും ഞങ്ങളുടെ മുമ്പിലില്ല. അതാ പ്രശ്നം. 2, അങ്ങനെ ഒരു ആവശ്യവുമില്ല. അതാണ് പ്രശ്നം. ഇത് രണ്ടുമില്ല. 1, ആവശ്യമില്ല. 2, ഞങ്ങൾ തന്നെ കണ്ടെത്തിയത് പ്രിൻസിപ്പലിന്റെ മാൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. അതുമാത്രമാണ് കാരണം. ആ സ്ഥാപനത്തിന് അതിൻ്റെതായ മറ്റു ചില നന്മകളുമുണ്ട്. ഞാൻ ചോദിക്കട്ടെ ശ്രീ, ഇവിടെ AISF-ന്റെ നിലപാടെന്താ? AISF ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം അവിടെ വെച്ചിരിക്കുന്ന മുദ്രാവാക്യം എന്താ? നോ മോർ ജിഷ്ണു, സേവ് ലോ അക്കാഡമി എന്നാണ്. അഫിലിയേഷൻ പിൻവലിക്കണമെന്നല്ല അവരുടെ ആവശ്യം. ഇപ്പോൾ പിന്നെ രണ്ടാമതൊരു കാര്യം പറയട്ടെ. ഇനി നിങ്ങൾ പറഞ്ഞതിടത്തേക്ക് വരാം. ഇവരെ ഇങ്ങനെ അഫിലിയേഷൻ പിൻവലിക്കൊന്ന് പേടിപ്പിക്കുക, അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരിക, അവർ ചർച്ച ചെയ്യുക, നിലപാടിലേക്ക്. എന്താ നിലപാട്? പ്രിൻസിപ്പാളിനെ മാറ്റുക. ഇപ്പോൾ മാറ്റിയിട്ടില്ലേ? ഞങ്ങൾക്കിന്ന് 2 കത്തുകൾ തന്നു. ആ 2 കത്തുകൾ സിൻഡിക്കേറ്റ് അംഗീകരിച്ചു. ആ 2 കത്തിലുമായി അവർ പറയുന്നത് പ്രിൻസിപ്പാളിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നാണ്. അത് അംഗീകരിച്ചുകൊണ്ട് സർവകലാശാല എടുത്ത തീരുമാനം അടിയന്തരമായി പുതിയൊരു പ്രിൻസിപ്പാളിനെ നിയമിച്ച് റിപ്പോർട്ട് ചെയ്യണം. ശരി. ഇല്ലാത്ത പ്രിൻസിപ്പാളിനെ രാജിവെപ്പിക്കാനും പുറത്താക്കാനും വേണ്ടി അഫിലിയേഷൻ പിൻവലിക്കുക എന്നുള്ള ടൂൾ വെറുതെ എടുത്ത് പ്രയോഗിക്കണമെന്ന് പറയുന്നത് സർവകലാശാലയെ കുറച്ച് കാണലാണ്. അതായത് വേറെ കാര്യം കൂടി പറഞ്ഞോട്ടെ. അഫിലിയേഷൻ ഇനി അങ്ങനെ ഇല്ലാത്ത ഗ്രൗണ്ടുകൾ വെച്ച് നമ്മളൊരു നിലപാടിലേക്ക് പ്രിൻസിപ്പലിനെ മാറ്റിയത് അവർക്ക് കോടതിയെ സമീപിച്ചതെല്ലാം റഹീം ഒരു കാര്യം കൂടി, SFI-യുമായി ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആ ധാരണ പ്രകാരം ഒരു 5 വർഷത്തെ കാലാവധിയാണല്ലോ വെച്ചിരിക്കുന്നത്. നേരത്തെ സനുവും ചോദിച്ചു, 5 വർഷത്തേക്ക് ശുപാർശ ചെയ്യുന്നു, നിങ്ങളടക്കം ഉപസമിതി അടക്കം പറയുന്നു എങ്കിൽ ഈ ലക്ഷ്മി നായരെ മാറ്റി നിർത്തുക എന്ന് മാനേജ്മെന്റ് പറയുന്നത് സമയബന്ധിതമായ ഒരു നടപടിയെക്കുറിച്ചാണോ? എത്ര കാലത്തേക്ക്, എങ്ങനെ വിശദീകരിക്കുന്നുണ്ടോ? അതിൽ ഉണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്. ഞാൻ ഓപ്പറേഷൻ പാർട്ട് മാത്രം വായിക്കുകയാണ്. ശരി. പ്രിൻസിപ്പൽ ഹാസ് ഡിസൈഡഡ് ടു കീപ് എവേ ഫ്രം ആൾ ദി ഡ്യൂട്ടീസ് ഓഫ് ദി പ്രിൻസിപ്പൽ ഫോർ എ പീരീഡ് ഓഫ് 5 years. 5 വർഷം എന്ന് പറയുന്നുണ്ട്. മറ്റേ കത്തിൽ പറയുന്നത് പ്രിൻസിപ്പലിനെ മാറ്റിയെന്നാണോ റഹീമേ? അതിന്റെ അർത്ഥം പ്രിൻസിപ്പലിനെ മാറ്റിയെന്നാണോ? പ്രിൻസിപ്പൽ സ്വയം സ്ഥാനം ഒഴിഞ്ഞു എന്നാണോ? അതിന്റെ അർത്ഥം രാജിവെച്ചെന്നും കൂടെയാണ്. എങ്ങനെയാണ് രാജിവെച്ചു എന്ന്? 5 കൊല്ലത്തെ കാര്യങ്ങൾ രാജിവെക്കും. എന്താ പറയുന്നത് റഹീം? സ്വയം പോയി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 5 കൊല്ലത്തെ രാജിവെച്ചു എന്ന്. ഇത്ര പച്ച കള്ള ഒരു ടെലിവിഷൻ മാധ്യമത്തിൽ വന്നിരുന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലെന്ന് ചോദിക്കുകയാണ്. 5 കൊല്ലത്തെ എങ്ങനെ രാജിവെക്കും? ഓരോരുത്തരുടെ അഭിപ്രായം. ജ്യോതികുമാർ, ആ സിൻഡിക്കേറ്റിൽ താങ്കൾ ഉണ്ടായിരുന്നല്ലോ. ഈ പറയുന്ന വിശദീകരണത്തിന്റെ കെണിയും സാധ്യതയും സത്യസന്ധതയും ചുരുക്കത്തിൽ ജ്യോതികുമാർ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അഡ്വക്കേറ്റ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവരുണ്ടല്ലോ ഈ ചർച്ചയിൽ. ഇന്ന് സിൻഡിക്കേറ്റ് വിളിച്ചു കൂട്ടിയത് സർക്കാർ തന്നിരിക്കുന്ന ആ റിപ്പോർട്ട്, തിരിച്ചു തന്ന റിപ്പോർട്ടിനെ സംബന്ധിച്ച് അടിയന്തരമായ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ്. അപ്പോൾ അവിടെ ഇന്ന് സിൻഡിക്കേറ്റ് ഈ CPM അംഗങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട്, ഒന്ന് നാരായണൻ നായർ സാർ തന്ന 3 കത്ത്, ആ 3 കത്തിന് ഒരേ ഡേറ്റാണ്. ഒരേ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡേറ്റാണ്. ആ 3 കത്തിലും പറഞ്ഞിരിക്കുന്ന 3 വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളാണ്.
അത് അംഗീകരിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നിൽ പറഞ്ഞിരിക്കുന്നത് പരീക്ഷാ ഡ്യൂട്ടിയിൽ നിന്ന് ചുമതല മാറ്റി നിർത്തിയിരിക്കുന്നു, അവിടുത്തെ ക്യാമറ മാറ്റിയിരിക്കുന്നു, അവിടെ കുട്ടികളെ രാത്രിയിൽ ഹോസ്റ്റലിൽ താമസിക്കാൻ സമ്മതിക്കും. മറ്റൊന്നിൽ പറഞ്ഞിരിക്കുന്നത് പ്രിൻസിപ്പളിനെ സംബന്ധിച്ച് പ്രിൻസിപ്പൽ സ്വയം മാറി നിന്നിരിക്കുന്നു, പ്രിൻസിപ്പൽ പോസ്റ്റിൽ നിന്ന് മാറി നിന്നിരിക്കുന്നു. അവിടെ പറയുന്നില്ല ഫാക്കൽറ്റിയായിട്ട് 5 വർഷം തുടരില്ല എന്ന്. വേറൊന്നും തന്നിരിക്കുന്നത് കുട്ടികൾക്ക് കൊടുത്ത SFIക്കാർക്ക് കൊടുത്ത കത്തിന്റെ കോപ്പി ഇന്നത്തെ ഡേറ്റിൽ നാരായണൻ സാർ ഒപ്പിട്ട് തന്നിരിക്കുന്നു. അപ്പോൾ ഒരേ ദിവസം തന്നെ 3 കത്ത് വിവിധങ്ങളായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നിരിക്കുന്നു. ഇത് 3 അക്സെപ്റ്റ് ചെയ്തു എന്നാണ് ഇന്നത്തെ ഒരു തീരുമാനം. മണ്ടൻ തീരുമാനം ആരുടേതാണ്? CPM സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ. മറ്റൊന്ന് പറയുന്നത് പുതിയ പ്രിൻസിപ്പളിനെ തീരുമാനിക്കുന്നു എന്നാണ്. പുതിയ പ്രിൻസിപ്പളിനെ തീരുമാനിക്കാൻ മാനേജ്മെന്റിനോട് പറഞ്ഞു. മാനേജ്മെന്റ് മെനഞ്ഞാന്ത പത്രസമ്മേളനത്തിലും പറഞ്ഞത് ഞങ്ങൾ പുതിയ പ്രിൻസിപ്പളിനെ തീരുമാനിക്കാൻ നടപടികൾ ആരംഭിച്ചു എന്നാണ്. മന്ത്രിയുമായുള്ള പത്രസമ്മേളനം അങ്ങനെയാണ്. അപ്പൊ എന്താണെന്ന് ഏതായാലും ഇത് കേൾക്കുമ്പോൾ മാനേജ്മെന്റിന്റെ നടപടികൾ സത്യസന്ധമാണ്, അവർക്കൊരു മനംമാറ്റം വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ സനു? ഞങ്ങൾ ആവശ്യപ്പെട്ടു വരാം, ജ്യോതിയിലേക്ക് വരാം. സനു, നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടോ മാനേജ്മെന്റിന് ഒരു മാറ്റം വരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നൊരു മാറ്റം തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പ്രിൻസിപ്പാളിനെ നിയമിക്കണം എന്നൊരു പറയുന്നതിന് ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ട്. തീർച്ചയായും 5 വർഷത്തേക്കാണ്. 5 വർഷത്തേക്കാണ്, അതാണ് പ്രശ്നം. അപ്പം പരിപൂർണമായി മാനേജ്മെന്റ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ബോർഡ് മെമ്പർ, അതായത് അയ്യപ്പൻ പിള്ള സാർ, ഞങ്ങളുടെ ചെയർമാനായ അയ്യപ്പൻ പിള്ള സാർ പറഞ്ഞത് പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ അവിടുന്ന് പെർമനന്റ് ആയിട്ട് രാജിവെച്ചില്ലെങ്കിൽ അയ്യപ്പൻ പിള്ള സാറ് രാജിവെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ തന്നെ ബോർഡ് മെമ്പേഴ്സിനുള്ളിൽ തന്നെ ഒരു വിഭിന്ന അഭിപ്രായം ഉണ്ടായിട്ടുണ്ടെന്നും അതിനുള്ളിൽ ഞങ്ങളിൽ വിദ്യാർത്ഥി ഐക്യത്തിനോട് ഒരു പിന്നെ അനുകൂലമായ ഒരു നിലപാട് അവർക്കുണ്ടെന്ന് ഞങ്ങൾക്ക് വ്യക്തമാണ്. പക്ഷേ മാനേജ്മെന്റ് 5 വർഷത്തേക്ക് മാറ്റി നിർത്തിയെന്ന് പറയുന്നത് 5 വർഷത്തേക്ക് മാറ്റി ശരി സമ്മതിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഇപ്പോഴും വിദ്യാർത്ഥിയേക്കും പറയുന്ന കാര്യം പെർമനന്റ് ആയിട്ട് മാമിനെ അവിടെ മാറ്റണം എന്നുള്ള കാര്യമാണ്. അതിന് ഒരു അനുകൂലമായ നിലപാട് ഗവൺമെന്റ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇപ്പോഴും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ നിൽക്കുകയാണ്. ഇവരുടെ നിലപാടിൽ കുട്ടികൾ, സമരം ചെയ്യുന്ന വിദ്യാർത്ഥിനികൾ അടക്കം ആജീവനാന്തം തന്നെ മാറ്റി നിർത്തണം ക്യാമ്പസിൽ നിന്നുള്ള നിലപാടിൽ തന്നെ ഇപ്പോഴും അവർ തുടരുന്നു. ആദ്യം SFI, പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി, ഇപ്പോൾ കേരള സർവകലാശാലയും എന്ന മട്ടിൽ ഈ പ്രശ്നത്തിൽ ലഘുവായ നടപടികളിലേക്ക് പോകുന്നു എന്ന് ആക്ഷേപിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഇവരെല്ലാം നിരത്തുന്നുണ്ടല്ലോ. അതാകെ രാഷ്ട്രീയമായി തന്നെ സർക്കാരിൻ്റെ, വിശേഷിച്ച് CPMന്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്കാണ്. CPM വല്ലാത്തൊരു ബലം പിടുത്തം ഇക്കാര്യത്തിൽ കാഴ്ചവെക്കുന്നു. ഒരുപാട് ആക്ഷേപം നേരിടാൻ യോഗ്യമായ CPI തന്ത്രപരമായി തന്നെ അവർക്ക് അവസരങ്ങൾ കിട്ടിയപ്പോൾ, ഏതോ ഒരു പരാതി EP ജയരാജൻ പറഞ്ഞ VS അച്യുതാനന്ദൻ്റെ പരാതി കിട്ടിയപ്പോൾ റവന്യൂ മന്ത്രി അതുതന്നെ അന്വേഷിച്ച് അവരെ കൂടുതൽ പഴിക്കാത്ത വിധത്തിൽ അവർ മാറുന്നു. എന്തുകൊണ്ടാണ് ഈ വിധത്തിൽ ഒരു ബലം പിടുത്തം CPM രാഷ്ട്രീയമായ വിമർശനം ഏറ്റുവാങ്ങാൻ പാകത്തിന് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? നാം ഇത് കഴിഞ്ഞ തവണ ശരത്ത് ചർച്ച ചെയ്തപ്പം ഇവിടെ നമുക്കൊരു താൽക്കാലിക പരിഹാരം SFIയുമായി ഉണ്ടായി. അത് ഉണ്ടായി കഴിഞ്ഞു, നമുക്കറിയാം. 5 വർഷത്തേക്ക് പ്രിൻസിപ്പാൾ സ്ഥാനത്ത് നിന്ന് ലക്ഷ്മി നായർ മാറി നീക്കും. ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? അതുതന്നെയാണ് അവസ്ഥ. സനു പറഞ്ഞത് മാതിരി മാറ്റമൊന്നുമില്ല. പുതിയതായി വരുന്ന പ്രിൻസിപ്പാൾ, അല്ലെങ്കിൽ ഇത് മാറ്റിയ പ്രിൻസിപ്പാൾ, ആ പ്രിൻസിപ്പാൾ അതിന് യോഗ്യനല്ലാത്തത് കൊണ്ട് പുതിയൊരു പ്രിൻസിപ്പാൾ വരുന്നു. അത് ലക്ഷ്മി നായരുടെ പോക്കുമായി ബന്ധിപ്പിച്ചുള്ളതല്ല. അങ്ങനെ വരുമ്പോൾ ലക്ഷ്മി നായർ 5 വർഷത്തേക്ക് മാറി നിൽക്കും. അതിന് കാരണം ലക്ഷ്മി നായരുടെ ഇടപെടൽ ഉണ്ടാക്കിയ ആ സ്ഥാപനത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഉണ്ടാക്കിയ അലങ്കോലങ്ങളുണ്ട്. അത് മാനേജ്മെൻറ്റ് തിരിച്ചറിയുന്നു. വിദ്യാർത്ഥികളുടെ ആവശ്യം അതായിരുന്നു. തിരിച്ചറിഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തുന്നു. ഇതാണല്ലോ സംഭവിച്ചത്. ഇത് തന്നെ സിൻഡിക്കേറ്റിൽ ഇപ്പോൾ എഴുതി കൊടുക്കുമ്പോൾ അത് വ്യവസ്ഥാപിതമായൊരു മാനേജ്മെൻറ്റ് നിലപാടായിത്തീരുന്നു. ആ നിലപാടിലാണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. ഇനിയിപ്പോൾ അവർ ഉന്നയിക്കുന്നത് ആദ്യം പ്രിൻസിപ്പാളിനെ മാറ്റണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നില്ല. 5ാമത്തെ ദിവസമാണ് ആവശ്യം വെച്ചത്. അത് സനു തന്നെ പറഞ്ഞതാണ് ഈ ചർച്ചയിലെ ഒരു ഘട്ടത്തിൽ. അതിനുശേഷം പ്രിൻസിപ്പാളിനെ മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചോട്ടെ, അത് മാറ്റുകയും ചെയ്തു. ഇപ്പോഴാവശ്യപ്പെടുന്നത് സിൻഡിക്കേറ്റ് എന്തുകൊണ്ട് അഫിലിയേഷൻ റദ്ദ് ചെയ്യുന്നതിനുള്ള നിലപാടെടുത്തില്ല? ഇതാണ് നമ്മുടെ ശങ്കരൻ വക്കീലിൻ്റെ വരെ ആവശ്യം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അഫിലിയേഷൻ റദ്ദാക്കണം എന്ന നിലയ്ക്ക് സിൻഡിക്കേറ്റ് ചിന്തിക്കണമെങ്കിൽ അത്രത്തോളം ഡെഫൈൻഡായൊരു നിലപാട് ആ മാനേജ്മെൻറ്റ് എടുക്കണം. ശരത്തെ, സാമാന്യ യുക്തിയാണ് ഞാൻ പറയുന്നത്, നിയമമൊന്നുമല്ല. ആ മാനേജ്മെൻറ്റ് എടുത്തടിച്ചതുമാതിരി, ടോംസ് കോളേജിലെ മാതിരി, നെഹ്റു കോളേജിലെ മാതിരി ഡെഫൈൻഡായൊരു നിലപാടെടുത്താൽ മാത്രമേ അങ്ങനെ ആലോചിക്കാൻ കഴിയൂ. അത് റഹീം വേറൊരു ഭാഷയിലൂടെ അവതരിപ്പിക്കുകയുണ്ടായി. ശരി, മാനേജ്മെൻറ്റ് എടുത്തിരിക്കുന്ന നിലപാടെന്താ? ലക്ഷ്മി നായരെ മാറ്റും, അതാണ് നിലപാട്.
പുതിയ പ്രിൻസിപ്പാളിനെ ഉടനെ തന്നെ സമയബന്ധിതമായി കൊണ്ടുവരും. അതാണ് നിലപാട്. ഈ നിലപാടൊന്നും മാനേജ്മെൻറ്റിൻ്റെ ഡെഫൈൻഡായ നിലപാടുകളല്ല. സിൻഡിക്കേറ്റിൻ്റെ ഉപസമിതി പറയുകയും സിൻഡിക്കേറ്റ് അംഗീകരിക്കുകയും ചെയ്ത കാര്യം മാനേജ്മെൻറ്റ് നടപ്പാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും നിങ്ങളുടെ അഫിലിയേഷൻ റദ്ദാക്കും എന്ന് എങ്ങനെയാണ് പറയുക? എന്ത് യുക്തിയാണ് അതിനുള്ളത്? വിവരമില്ലാത്ത ആളുകൾ ചില സമരമുഖങ്ങളിൽ ചെന്ന് പെട്ടുപോയി. അഡ്വക്കേറ്റ് ജയശങ്കർ, ഒരു വിയോജിപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടോ? ഒന്ന്, മാനേജ്മെന്റ് വഴങ്ങുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനനുസരിച്ച് പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമമുണ്ട്. ആ ശ്രമത്തിന് ഇടയിൽ വളരെ കർക്കശമായി പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് ഒരു തെറ്റാണോ? രണ്ട്, ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ പോലെ ആ കത്തുകളുടെ ഒരു സ്വഭാവത്തിൽ ഒരുതരം ഫാബ്രിക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ പരിഹരിക്കാനൊക്കെ വേണ്ടി തട്ടിക്കൂട്ടിയതാണ് എന്ന സ്വരത്തിലാണ് നേരത്തെ ജ്യോതികുമാർ ചാമക്കാല സൂചിപ്പിച്ചത്. നേരത്തെ ശ്രീ ഭാസുരേന്ദ്ര ബാബു പറഞ്ഞതുപോലെ വിവരമില്ലായ്മ കൊണ്ട് പറയുന്ന ചില വിമർശനങ്ങൾ മാത്രമാണോ പലരുടെയും, നിങ്ങളുടേതടക്കം? അല്ല, ഇവിടുത്തെ പ്രശ്നം വിവരത്തിൻ്റെയോ വിവരക്കേടിൻ്റെയോ അല്ല. അങ്ങനെയാണെങ്കിൽ ഇ പി ജയരാജനാണ് ഈ ലോകത്തെ ഏറ്റവും വിവരമുള്ള ആളെന്ന് നമ്മൾ സമ്മതിക്കേണ്ടി വരും. അദ്ദേഹത്തിന് എന്തും പറയാമല്ലോ. ഞാൻ പറഞ്ഞ പ്രശ്നം അതല്ല. ഇവിടെ ഈ ലോ അക്കാഡമി മാനേജ്മെൻറ്റിൻ്റെ ഇതപര്യന്തമുള്ള പ്രവർത്തനം പരിശോധിക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, നിരന്തരമായി നിയമം ലംഘിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇതൊരു പൊതു ട്രസ്റ്റായിട്ട് ആരംഭിച്ച് ഒരാളുടെ സ്വകാര്യ സ്വത്തായിട്ട് അവസാനിച്ച ഒരു സംഭവമാണ്. ഇപ്പോഴും അങ്ങനെ തുടരുന്നതാണ്. ശരി, ഈ സ്ഥാപനത്തിൽ ഞാൻ പറയാം, ഈ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ്. അതിൻ്റെ 7-ാം വകുപ്പ് പ്രകാരം ആണ്ടോടാണ്ട് ജനറൽ ബോഡി നടത്തണം. ഇവിടെ ജനറൽ ബോഡി കൂടാറില്ല. അതിൻ്റെ കണക്ക് അക്കൗണ്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല. അതിൻ്റെ എന്തൊക്കെ വ്യവസ്ഥകൾ ഈ നിയമത്തിലുണ്ടോ അതൊക്കെ ലംഘിച്ചിട്ടുണ്ട്. അതിൻ്റെ ബൈലോയിൽ എന്തൊക്കെ പ്രൊവിഷനുണ്ടോ ആ പ്രൊവിഷനൊക്കെ ലംഘിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സർക്കാർ ഏറ്റെടുക്കണം ഈ സ്ഥാപനം എന്നുള്ളതാണ്. ഇത് അഫിലിയേഷൻ റദ്ദാക്കിയല്ലേ ഉണ്ട്, കുട്ടികളുടെ ഭാവി അപകടത്തിലാക്കിയിട്ട് പന്താടുകയല്ല ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഈ സ്ഥാപനം സർക്കാർ ഏറ്റെടുത്ത് ഒരു മാതൃകാ സ്ഥാപനമായിട്ട് നടത്തണം. സർക്കാരിൻ്റെ 11.5 ഏക്കർ വസ്തു സർക്കാർ തന്നെ സംരക്ഷിക്കണം. സർക്കാരാണ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ, അല്ലാതെ ലോ അക്കാഡമി നടത്തുന്ന നാരായണൻ നായരോ അദ്ദേഹത്തിൻ്റെ മകൾ ലക്ഷ്മി നായരോ അല്ല. ഇവിടെ ആ ചരിത്രപരമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ്. സിൻഡിക്കേറ്റിൻ്റെയോ സർവകലാശാലയുടെയോ പ്രശ്നമല്ലത്. ഇത് സർക്കാരാണ് ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. ഇത് പര്യന്തമുള്ള ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് സർക്കാർ ഒരു ധവളപത്രം പുറപ്പെടുവിക്കണം. എങ്ങനെയാണ് ഈ സ്ഥാപനം ഉണ്ടായത്, എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ സ്ഥാപനം രൂപീകരിച്ചത്, ആ ലക്ഷ്യം ഒരു ചെറിയ കാര്യം നേരത്തെ സിൻഡിക്കേറ്റ് അംഗം റഹീം പറഞ്ഞത്, അവിടെ പ്രിൻസിപ്പൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലുള്ള വിയോജിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളായിരുന്നു. അതിനനുസരിച്ച് ഒരു തിരുത്തൽ വരുത്താൻ മാനേജ്മെന്റ് തയ്യാറാകുന്നു. അത്ര മാത്രമേ അവിടെ ഉള്ളൂ. കേരള സർവകലാശാല ഇപ്പോൾ അവർ നിസ്സഹായതയൊക്കെ പറയുന്ന ആ സർവകലാശാലയ്ക്ക് മറ്റൊന്നും അതൊരു വിഷയമേ അല്ല. അല്ല, ബോധ്യപ്പെടാത്ത അവർ ബോധ്യപ്പെടില്ലാതെ തീരുമാനിച്ചാൽ പിന്നെ വേറെ ഒന്നും ബോധ്യപ്പെടുകയില്ല. ഇവിടുത്തെ പ്രശ്നം ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സ്ഥാപനം ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ചാണോ പ്രവർത്തിച്ചത്? ഒരിക്കലുമല്ല. അതിൽ എന്തൊക്കെ നിബന്ധനകളുണ്ടോ ആ നിബന്ധനകളെല്ലാം ലംഘിച്ചിരിക്കുകയാണ്. ബൈലോയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ലംഘിച്ചിരിക്കുകയാണ്. ഇതൊന്നും ആരും ആലോചിക്കുന്നില്ല, അതിനെക്കുറിച്ച് ആർക്കും ചിന്തയില്ല. ഇവിടെ നാരായണൻ നായർ എന്ന് പറഞ്ഞൊരു ബാബു ഇവിടെയാണ് സമരം തുടങ്ങി. അതാണ് ഞാൻ എനിക്കൊരു ഇടവേളയിലേക്ക് പോകണമെങ്കിലും വേഗത്തിൽ ജയശങ്കർ വരാം. ഭാസുരേന്ദ്ര ബാബു, ഇവിടെ ആദ്യ ദിവസം എന്ത് പറഞ്ഞു, 5-ാം ദിവസം മാത്രമല്ല ഇത് പറഞ്ഞുള്ളൂ എന്ന നിലയിൽ സമരത്തെ നമ്മൾ പരിമിതപ്പെടുത്തരുത്. ഒരു സമരത്തിന്റെ വളരുന്ന സാഹചര്യങ്ങളെ എല്ലാവരെക്കാളും നന്നായി ഈ ചർച്ചയിൽ അറിയാവുന്നയാളാണ് താങ്കൾ. ഓരോ ദിവസവും സമരം വളരുന്നതിനനുസരിച്ച് പ്രസക്തമായി മൂർത്തമായി ആവശ്യങ്ങളും വളരും. അത് ഏറ്റെടുക്കുന്നതിനനുസരിച്ച് സംഭവിക്കുന്നതാണ്. തുടങ്ങിയത് എവിടെയാണ്, യഥാർത്ഥത്തിൽ അക്കാദമിയുടെ ക്രമക്കേടുകൾ എവിടം വരെ എത്തി നിൽക്കുന്നു, അതൊക്കെ കാണണ്ടേ? അത് കാണാതെ നേരത്തെ റഹീം പറഞ്ഞതുപോലെ ഒരു കള്ളിയിൽ ഒതുക്കി നിർത്താവുന്ന നിലയിലല്ല അക്കാദമിയിലെ പ്രശ്നങ്ങളാകെ നിൽക്കുന്നത്. അവിടെയാണ് രാഷ്ട്രീയമായ വിമർശനത്തിൻ്റെ മുള്ളുകൾ ഏൽക്കേണ്ടി വരുന്നത്. ശ്രീ ഭാസുരേന്ദ്ര ബാബു. നിശ്ചയമായും അത് കാണണം. ഇപ്പോൾ തന്നെ ശങ്കരൻ വക്കീല് തകിടം പറഞ്ഞത് കണ്ടോ? അദ്ദേഹം പെട്ടെന്ന് സൊസൈറ്റി രൂപീകരണത്തെക്കുറിച്ച്, അവിടെ ജനറൽ ബോഡി കൂടുന്നില്ല എന്ന കാര്യത്തെക്കുറിച്ച് ആർക്കാണ് അക്കാര്യത്തിലൊക്കെ തർക്കമുള്ളത്? പ്രശ്നം വിദ്യാർത്ഥി സമരം പരിഹരിക്കുന്ന കാര്യമാണ് വക്കീലെ, അല്ലാതെ ഒരാഴത്തിന് മറുപടി ഇല്ലാത്തപ്പോൾ പെട്ടെന്ന് അങ്ങ് തകിടം മറിയുക, അതൊന്നും വേണ്ട. നേരത്തെ പറഞ്ഞത് ഞാൻ പറയാം. ഒരിക്കലുമല്ല. ഈ ഭാസുരേന്ദ്ര ബാബു ആരാ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ? ഭാസുരേന്ദ്ര ബാബു, നിങ്ങൾ ഭൂമി തട്ടിച്ച കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ്. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നും. ഭൂമി തട്ടിപ്പ് കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്ന ആളാണ് ഭാസുരേന്ദ്ര ബാബു. അയാൾ കാലത്ത് വൈകുന്നേരം കള്ളു കുടിച്ച് ചർച്ചയ്ക്ക് വരികയാണ്. ഞാൻ കള്ളു കുടിച്ചിട്ടില്ല, സ്വഭാവത്തോട്ട് സംസാരിക്കുന്നത്. അങ്ങനെ പോകരുത്. സെക്രട്ടറിയാണ്. ആ നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്.
ഭാസ്കരേന്ദ്ര ബാബു, വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് ദയവായി രണ്ടുപേരും പോകരുത്. ഇനി ഞാൻ പറയട്ടെ? കണ്ടന്റിൽ, മെറിറ്റിൽ ഞാൻ നമുക്ക് പറയട്ടെ? തർക്കിക്കാം. അല്ലല്ല, ഇല്ലില്ല, എനിക്കതിന് മറുപടി ഉണ്ടല്ലോ. ഞാൻ വ്യക്തിഗതമായി അതിനെക്കുറിച്ച് മറുപടി പറയുന്നില്ല. ശങ്കരൻ വക്കീലിന് മറുപടി പറഞ്ഞ് സ്വയം അപഹാസ്യനാകാൻ ഞാൻ തയ്യാറല്ല. മുമ്പ് നമ്മൾ പറയുമല്ലോ, അല്ല ആ വക്കീൽ നിർത്തട്ടെ, ഞാൻ പറയാം. വക്കീൽ നിർത്തി, പറഞ്ഞോളൂ. പറയാം. സ്റ്റിൽ അബവ് ശങ്കരൻ ഇപ്പോഴും തെങ്ങേ തന്നെയാണ്. ശങ്കരൻ വക്കീൽ അങ്ങനെ തന്നെ തുടർന്നോട്ടെ. എൻ്റെ ഭൂമി കേസ് ഞാൻ നേരിട്ട് കൊള്ളാം. ഞാൻ കള്ളു കുടിക്കുന്നത് എൻ്റെ കാശ് കൊണ്ടാണ് കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ കള്ളത്തരം കാണിച്ച് ഞാൻ ഈ പണിയൊന്നും കാണിക്കാറില്ല വക്കീലെ. വക്കീലിൻ്റെ ട്രാക്ക് റെക്കോർഡിനേക്കാൾ എത്രയോ മുകളിലാണ് ഞാൻ. താങ്കൾ താഴെ നിന്ന് പട്ടിയെപ്പോലെ കുലച്ചുകൊള്ളൂ, യാതൊരു വിഷമവും എനിക്കില്ല വക്കീൽ. തെങ്ങിൻ്റെ മുകളിൽ തന്നെ വക്കീൽ ഇരിക്കട്ടെ, അതങ്ങനെ തന്നെയാണ് ഇരിക്കേണ്ടത്. അദ്ദേഹത്തിന് അർഹമായ സ്ഥാനം അതാണ്. ഇനി ഞാൻ ഈ കാര്യത്തിലേക്ക് വരാം. വക്കീൽ എന്താണ് തകിടം പറഞ്ഞത്? ഞാൻ വരാം ശരത്തെ. കള്ളന്മാരെ കാണുമ്പോഴാണ് പട്ടി കുറയ്ക്കുന്നത്. അത് ഭാസുരേന്ദ്ര ബാബു ഞാൻ പറയാം. പട്ടി കുറയ്ക്കും. പ്ലീസ്, ഇതൊരു ചർച്ചയാണ്, ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ദയവായി ശ്രീ ജയശങ്കർ, ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഈ വിഷയമാണ്. തകിടം മറിയുക എന്ന് പറയുന്നത് അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൂടെ ഭാസുരേന്ദ്ര ബാബു? ഞാൻ വിശദീകരിക്കാൻ ഞാൻ തയ്യാറാണല്ലോ. ഇതിനകത്ത് നിന്ന് തന്നെ വിശദീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ശങ്കരൻ വക്കീലിനെ മാതിരി അവഹേളന സ്വഭാവത്തോടുകൂടി സൈഡ് ട്രാക്ക് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല, അദ്ദേഹത്തിനുണ്ട്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വിദ്യാർത്ഥി സമരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഭാസുരേന്ദ്ര ബാബു, വിദ്യാർത്ഥി സമരമുണ്ട്. വിദ്യാർത്ഥി സമരത്തിനപ്പുറം ഈ കലാലയം സർക്കാർ എന്തുകൊണ്ട് ഏറ്റെടുക്കണം എന്ന ഭാഗം വിശദീകരിച്ച, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഭാഗത്താണ് ക്രമക്കേടുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശദീകരണത്തിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ടാവുക. ഞാൻ അതിന്റെ മറ്റു തലങ്ങളിലേക്കല്ല പോകുന്നത്. ഇതിനിടയിൽ ഒഴിവാക്കാനാവാത്ത അത് പറഞ്ഞു തീർത്തോട്ടെ ശരത്തെ, ഞാനത് പറഞ്ഞു തീർത്തോട്ടെ. വളരെ പെട്ടെന്ന് ഞാനത് തീർക്കാം. ആ സമയത്താണ് പെട്ടെന്ന് സൊസൈറ്റി രൂപീകരണവും അതിൻ്റെ ജനറൽ ബോഡി കൂടുന്നതിൻ്റെ തെറ്റായ രീതികളും ഒക്കെ പറഞ്ഞത്. അത് വേറെ ചർച്ച ചെയ്യാവുന്നതാണ്. അത് വിദ്യാർത്ഥി സമരവുമായി ബന്ധമുള്ള കാര്യമല്ല. അത് വിജിലൻസ് എന്ന നിലയ്ക്ക് അന്വേഷിക്കാൻ പോകുന്നു എന്ന കാര്യവും താങ്കൾ ഇവിടെ പറയുകയുണ്ടായി. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം എങ്ങനെയാണ് പക്ഷേ ഈ വിദ്യാർത്ഥി സമരത്തിന് ഒരു രാഷ്ട്രീയ പ്രശ്നമായി രൂപപ്പെട്ടത് എന്നതുകൂടി വേഗത്തിലൊന്ന് നോക്കാം. CPM CPI പോരൊക്കെ അവിടെയാണ് അതിന്റെ ഭാഗമായി വരുന്നത്. വളരെ ചെറിയൊരു ഇടവേള.